ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡെക്സിങ് മെക്കാനിസംസ്. ഓക്കെ, അപ്പം ഇൻഡെക്സിങ് മെക്കാനിസംസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി മെഷീൻ ടൂൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ഇൻഡെക്സിങ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി നമ്മൾ കേട്ട് പരിചയമുള്ളതെന്ന് പറയുന്നത് മില്ലിംഗ് മെഷീൻസിൽ ഗിയർ കട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ ഇൻഡെക്സിങ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻഡെക്സിങ് മെക്കാനിസത്തിന്റെ എന്താണ് ഇൻഡെക്സിങ് മെക്കാനിസം, ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ഇങ്ങനെയുള്ളൊരു ഡിസ്കഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ ഇൻഡെക്സിങ് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡെക്സിങ് മെക്കാനിസം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇൻഡെക്സിങ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് ഡിവൈഡിങ് ദ പെരിഫറി ഓഫ് ദി വർക്ക് പീസ്. ഓക്കെ, ഡിവൈഡിങ് ദി പെരിഫറി ഓഫ് ദി വർക്ക് പീസ് into any number of equal parts. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സർക്കുലർ വർക്ക് പീസ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഒരു സർക്കുലർ വർക്ക് പീസ് ഉണ്ടെന്ന് കരുതുക. ഈ സർക്കുലർ വർക്ക് പീസിനെ എനിക്ക് ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് എവിടെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇതിന്റെ പെരിഫറൽ സർഫസിനെ, അതായത് ചുറ്റിനുമുള്ള ഈ ഒരു സർഫസിനെ ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിനെ 4 ഈക്വൽ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, മറ്റൊരു പർപ്പസിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇതിന്റെ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സിങ് മെക്കാനിസം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സർക്കുലർ സെഗ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ എനിക്ക് എന്ത് ചെയ്യുന്നു? ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഇതിന്റെ പെരിഫറൽ സർഫസിനെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തെടുക്കണം? ഡിവൈഡ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് അറേഞ്ച്മെന്റ് നോക്കുന്നത്? ഇൻഡെക്സിങ് മെക്കാനിസംസ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡെക്സിങ് മെക്കാനിസം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡെക്സിങ് മെക്കാനിസത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇൻഡെക്സിങ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് ഡിവൈഡിങ് ദ പെരിഫറി ഓഫ് എ വർക്ക് പീസ് ഇൻടു ഈക്വൽ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്, എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. ഓക്കെ, ഇൻഡെക്സിങ് ഓപ്പറേഷൻ റൊട്ടേറ്റ്സ് ദി വർക്ക് പീസ് ത്രൂ എ റിക്വയർഡ് ആംഗിൾ ബിറ്റ്വീൻ സക്സസീവ് കട്ട്സ്. ഓക്കെ, അപ്പൊ തൊട്ട് അടുത്തടുത്തുള്ള ഈ പറയുന്ന കട്ടിംഗ് ഓപ്പറേഷന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സർക്കുലർ ഡിസ്കിനെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്? റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് കട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞിട്ട് ഈ വർക്ക് പീസിനെ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേൺ ചെയ്യുന്നു. അപ്പൊ അതിന്റെ പുതിയ ഫ്രഷ് സൈഡ് വന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള പെരിഫറൽ സർഫസിൽ പുതിയൊരു കട്ട്, വീണ്ടും വർക്ക് പീസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും പുതിയ അടുത്ത് നെക്സ്റ്റ് സ്പേസിലായിട്ട്. അപ്പൊ ഇത് തമ്മിലുള്ള ഈ തൊട്ടടുത്തുള്ള അഡ്ജസ്റ്റന്റ് കട്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അത് ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്പർഗിയേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കോളേജുകളെല്ലാം കട്ട് ചെയ്ത് പഠിച്ചതുപോലെ നമുക്ക് എന്ത് കിട്ടും? ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള കുറെ അധികം ടീത്തുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എൻഗേജ് ചെയ്തേ പറ്റത്തുള്ളൂ? ഇൻഡെക്സിങ് മെക്കാനിസംസ് യൂസ് ചെയ്താൽ ഇത് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, വിത്ത് ഇൻഡെക്സിങ് ഓപ്പറേഷൻ it is used to cut spur gears. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സ്പർ ഗിയേഴ്സ് കട്ട് ചെയ്യാൻ വേണ്ടി ഹെക്സഗണൽ ആൻഡ് സ്ക്വയർ ഹെഡഡ് ബോൾട്ടുകളുടെ സർഫേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഹെക്സഗണൽ ബോൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്നത് എന്തായിരിക്കും? അവിടെ ഒരു ജസ്റ്റ് ഒരു സർക്കുലർ സെഗ്മെന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തെടുത്തത്? ഈ പറയുന്ന ഇൻഡെക്സിങ് മെക്കാനിസം യൂസ് ചെയ്ത് കട്ട് ചെയ്ത് അതിന്റെ ആ ഹെഡിനെ എന്ത് പ്രൊഫൈലിലേക്ക് കൊണ്ടുവന്നത്? ഹെക്സഗണൽ പ്രൊഫൈലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഹെക്സഗണൽ ബോൾട്ട് ഹെഡുകളാണെങ്കിലും സ്ക്വയർ ഹെഡഡ് ബോൾട്ട്സ് ആണെങ്കിലും ഇതെല്ലാം എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? ഇൻഡെക്സിങ് മെക്കാനിസത്തിന്റെ സഹായത്തോടുകൂടി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ കട്ടിങ് ഫ്ലൂട്ടിങ് ഇൻ ഡ്രിൽസ്, അല്ലെ? ഡ്രില്ലുകളിൽ നമുക്ക് അതിന്റെ പ്രൊഫൈൽ അറിയാം. ഓക്കെ, അപ്പൊ ആ ഫ്ലൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഇൻഡെക്സിങ് മെക്കാനിസം. ഓക്കെ, അപ്പം ഇൻഡെക്സിങ് മെക്കാനിസം ആക്ച്വലി ഇതിലിപ്പം ഫണ്ടമെന്റൽ ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ബ്ലാങ്കിന്റെ പെരിഫറൽ സർഫസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എന്ത്? ഇൻഡെക്സിങ് മെക്കാനിസം. ആ ഇൻഡെക്സിങ് മെക്കാനിസം എൻഗേജ് ചെയ്തെങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡെക്സിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻഡെക്സിങ്. അതിനെ തന്നെ മറ്റൊരു പേരും കൂടെ പറയുന്നത് റാപ്പിഡ് ഇൻഡെക്സിങ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇൻഡെക്സിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡെക്സിങ് മെത്തേഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡെക്സിങ് അല്ലെങ്കിൽ റാപ്പിഡ് ഇൻഡെക്സിങ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻഡെക്സിങ് അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ്. ഓക്കെ, സിമ്പിൾ ഇൻഡെക്സിങ് or പ്ലെയിൻ ഇൻഡെക്സിങ്. തേർഡ് കോമ്പൗണ്ട് ഇൻഡെക്സിങ്. ഫോർത്ത് വൺ ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ആംഗുലർ ഇൻഡെക്സിങ്. ഓക്കെ, വൺ ബൈ വൺ ആയിട്ട് ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. തൽക്കാലം ഈ രീതിയിൽ ഇത്രയും ആണ് ഇൻഡെക്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഡയറക്റ്റ് ഇൻഡെക്സിങ്, സിമ്പിൾ ഇൻഡെക്സിങ്, കോമ്പൗണ്ട് ഇൻഡെക്സിങ്, ഡിഫറൻഷ്യൽ ഇൻഡെക്സിങ് ആൻഡ് ആംഗുലർ ഇൻഡെക്സിങ്. ഇങ്ങനെ അഞ്ചായിട്ടാണ് നമ്മൾ ഇൻഡെക്സിങ്ങിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ,
അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻഡെക്സിങ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ഇൻഡെക്സിംഗിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻഡെക്സിംഗിൽ ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് പീസ് പ്ലേസ് ചെയ്യാൻ പോകുന്ന അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രലായിട്ട്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഇപ്പം മില്ലിംഗ് മെഷീൻ തന്നെ കരുതുക. ഓക്കെ, ഇപ്പൊ മില്ലിംഗ് മെഷീനിനകത്ത് നമ്മൾ വർക്ക് പീസിനായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ശരി. അപ്പൊ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വർക്ക് പീസിന്റെ മൂവ്മെന്റിന് വേണ്ടി ഇതിന്റെ അകത്തൂടെ എന്ത് കാണും? ഒരു സ്പിൻഡിൽ കാണും. ഇതിന്റെ എൻഡിലായിട്ട് നമ്മൾ ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ഒരു ഇൻഡെക്സിംഗ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻഡെക്സിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സർക്കുലർ ഡിസ്ക് വിത്ത് എ പ്രോപ്പർ സെന്റർ വിത്ത് സർക്കിൾസ് കേട്ടോ, സർക്കുലർ ഹോൾസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിന്റെ പെരിഫറൽ സർഫസിലായിട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പെരിഫറൽ സർഫസിലല്ല പർട്ടിക്കുലർ റേഡിയസിലായിട്ട് നമ്മൾ ഇങ്ങനെ സർക്കുലർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻഡെക്സിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻഡെക്സിംഗ് പ്ലേറ്റിന്റെ അകത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഒരു ഈ പറയുന്ന ഇൻഡെക്സിംഗ് പിന്ന്, ഇൻഡെക്സിംഗ് ക്രാങ്ക് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ ഇൻഡെക്സിംഗ് ക്രാങ്കിന്റെ മൂവ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സിംഗ് പ്ലേറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡെക്സിംഗ് പ്ലേറ്റ് ഇവിടെ നിന്ന് കറങ്ങി ഒരു ഫുൾ റൊട്ടേഷൻ സ്പിൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്തറിയാൻ പറ്റും? അതിനനുസരിച്ച് നമ്മുടെ വർക്ക് പീസിനും ആ ഒരു ടേണിങ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, സിംപ്ലി ഇൻഡെക്സിംഗ് പ്ലേറ്റ് എന്താണെന്നുള്ളത് നിലവിലൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇൻഡെക്സിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സിംഗ് മെക്കാനിസത്തിന്റെ പ്രൈം പാർട്ടായിട്ട് വരുന്നതാണ്. ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താ വരുന്നത്? നമുക്ക് നമ്മുടെ വർക്ക് പീസിനെ ആ പർട്ടിക്കുലർ ആംഗിളിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇൻഡെക്സിംഗ് പ്ലേറ്റുകളാണ്. അപ്പൊ അത് എത്രത്തോളം ടിൽറ്റ് ചെയ്തെന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റൊട്ടേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഇൻഡെക്സിംഗ് പ്ലേറ്റ്സ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ശരി, അപ്പം ഡയറക്റ്റ് ഇൻഡെക്സിംഗിൽ ആൻ ഇൻഡെക്സിംഗ് പ്ലേറ്റ് ഡയറക്ട്ലി മൗണ്ടഡ് ഓൺ ദി സ്പിൻഡിൽ. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഇൻഡെക്സിംഗ് ആകുമ്പോഴത്തേക്ക് ഈ സ്പിൻഡിലായിട്ട് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ടാണ് ആ സ്പിൻഡിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഇൻഡെക്സിംഗ് പ്ലേറ്റിന് ഇതേപോലത്തെ ഒരു പ്ലേറ്റിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് നോ യൂസ് ഓഫ് വോം ആൻഡ് വോം വീൽ കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ഇൻഡെക്സിംഗ് മെത്തേഡുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റ്. അപ്പൊ ഡയറക്റ്റ് ഇൻഡെക്സിംഗിലാണെങ്കിൽ അവരുടെ ആവശ്യമില്ല. അപ്പൊ വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റ് ഇല്ലാതെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡെക്സിംഗ് മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. Okay, the formula for calculating the number of turns during direct indexing on a milling machine is N1 by H. Number of turns equal to N1 by H. Okay, where N1 is the number of divisions on the index plate. Index plate എത്ര divisions ഉണ്ട്? ഓക്കെ, അതാണ് N1 എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് റിക്വയർഡ് ഫോർ ദി ഡിസൈഡ് ഡയറക്റ്റ് ഇൻഡെക്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഇൻഡെക്സ് പ്ലേറ്റിന്റെ അകത്ത് എത്ര നമ്പർ ഓഫ് ഡിവിഷൻസ് ഉണ്ട് അതാണ് എന്തെന്ന് പറയുന്നത് N1 എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വർക്ക് പീസിന്റെ പെരിഫറൽ സർഫസിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അതാണ് H എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ്, എത്ര ടേൺസ് കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? ഇൻഡെക്സ് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രാങ്കിനെ എത്ര തവണ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആവുന്നുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ടു N1 by H. N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി ഇൻഡെക്സ് പ്ലേറ്റും H എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ വർക്ക് പീസിന്റെ പെരിഫറൽ സർഫസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അത് H. ഓക്കെ, ശരി. അപ്പൊ കീ കമ്പോണൻസ് ഓഫ് ആൻ ഇൻഡെക്സിംഗ് മെക്കാനിസം, ടിപ്പിക്കൽ ഇൻഡെക്സിംഗ് മെക്കാനിസം ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഡയറക്റ്റ് ഇൻഡെക്സിംഗ് മെക്കാനിസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി മുമ്പോട്ടുള്ള ഇൻഡെക്സിംഗ് മെക്കാനിസംസിൽ എല്ലാം യൂസ്ഫുൾ ആവുന്ന അറേഞ്ച്മെന്റ്സിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഇൻഡെക്സിംഗ് മെക്കാനിസംസിലെല്ലാം കാണാൻ പോകുന്നത് ഈ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ കീ കമ്പോണൻസ് ഓഫ് ആൻ ഇൻഡെക്സിംഗ് മെക്കാനിസം, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവൈഡിങ് ഹെഡ്, പിന്നെ ഇൻഡെക്സിംഗ് പ്ലേറ്റ്, ഇൻഡെക്സ് ക്രാങ്ക്, സെക്ടർ ആംസ്, പ്ലഞ്ചർ ഓർ പിൻ. അപ്പം ഡിവൈഡിങ് ഹെഡ് മെയിൻ ഇൻഡെക്സിംഗ്, ഇറ്റ് ഈസ് ദി മെയിൻ പാർട്ട് ഓഫ് ദി ഇൻഡെക്സിംഗ് മെക്കാനിസം. അപ്പം നമ്മൾ മില്ലിംഗ് മെഷീന്റെ എല്ലാം സൈഡിൽ നോക്കുവാണെങ്കിൽ മില്ലിംഗ് മെഷീനിലെല്ലാം ഒരു ഇൻഡെക്സിംഗ് ഡിവൈഡിങ് ഹെഡ് എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പം ആ ഡിവൈഡിംഗ് ഹെഡ് അറേഞ്ച്മെന്റിന്റെ ഇൻസൈഡിലുള്ള യൂണിറ്റ് ആണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഡിവൈഡിംഗ് ഹെഡിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡിംഗ് ഹെഡിന്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വർക്ക് പീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ടേൺ ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയാണ് ഡിവൈഡിംഗ് ഹെഡിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പൊ ഡിവൈഡിംഗ് ഹെഡിന്റെ ഇൻസൈഡ് വ്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഇൻസൈഡ് വ്യൂവിന്റെ അകത്ത് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ള? ഇൻഡെക്സ് പ്ലേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് പ്ലേറ്റ് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, ഒരു സർക്കുലർ ഡിസ്ക് വിത്ത് ഹോൾസ് അല്ലെ,
ഇതിന് ചുറ്റും സർക്കംഫറൻഷ്യലി ആയിട്ട് എന്തുണ്ട്, ഹോൾസ് പല റേഡിയസുകളിലായിട്ട് നമ്മൾ ഹോൾസ് ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഇൻഡെക്സിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻഡെക്സിംഗ് പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെക്സ് ക്രാങ്ക് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദി സ്പിൻഡിൽ. കേട്ടോ, ഇൻഡെക്സ് ക്രാങ്ക് എന്ന് പറയുന്നത് വേണ്ട ഈ ഒരു അറേഞ്ച്മെന്റ് കണ്ട് ഇവിടെ ആക്സിസിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, ഇതാണ് ഇൻഡെക്സ് ക്രാങ്ക്. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് പ്ലേറ്റ് ഉണ്ട്, ഇൻഡെക്സ് ക്രാങ്ക് ഉണ്ട്. പിന്നെ വരുന്നത് സെക്ടർ ആംസ്. സെക്ടർ ആമിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇതിന്റെ ഈ സെക്ടർ ആംസ്. ഓക്കെ, ഹെൽപ്പ് ഇൻ ആക്യുറേറ്റ് ഹോൾ കൗണ്ടിങ്. ഓക്കെ, എത്ര ഹോൾസ് ആണ് സ്വിച്ച് ചെയ്ത് മാറുന്നത്. കേട്ടോ, ഇൻഡെക്സിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ സെക്ടർ ആംസ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇതിന്റെ ഈ പറയുന്ന സ്പിൻഡിലിന്റെ റൊട്ടേഷൻ എന്ത് ചെയ്യാൻ പോകുന്നത്, മോം ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എത്രത്തോളം സ്പിൻ ചെയ്തെന്നുള്ളതെല്ലാം അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, സെക്ടർ ആംസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പ്ലഞ്ചർ ഓർ ദി പിൻ. ഓക്കെ, ലോക്സ് ദി പൊസിഷൻ ഡ്യൂറിംഗ് ഇൻഡെക്സിംഗ്. ഇൻഡെക്സിംഗിന്റെ സമയത്ത് പൊസിഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്ലഞ്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡെക്സ് പിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡിവൈഡിംഗ് ഹെഡിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഈ സൈഡിൽ എന്തൊക്കെയാ വരുന്നത്, ഇൻഡെക്സിംഗ് പ്ലേറ്റ് ഉണ്ട്, സെക്ടർ ആംസ് ഉണ്ട്, പിന്നെ ഏതാ വരുന്നത്, ഇൻഡെക്സിംഗ് ക്രാങ്ക് ഉണ്ട്, ഈ പറയുന്ന ഏതാണ് ഇൻഡെക്സിംഗ് പിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡെക്സിംഗ് പ്ലേറ്റ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇൻഡെക്സിംഗ് ക്രാങ്കിനെ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ആസ് പെർ ദി റിക്വയർമെന്റ് ഇൻഡെക്സിംഗ് ക്രാങ്കിനെ റൊട്ടേറ്റ് ചെയ്യാൻ ഏതാണോ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയർ ആയിട്ടുള്ള പൊസിഷൻ, അവിടുത്തെ ഇൻഡെക്സിംഗ് ഹോളിലായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഇൻഡെക്സിംഗ് പിന്നിനെ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പൊ ഈ ഒരു മോഷൻ ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ഇൻ എഫക്ട് എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോം ഷാഫ്റ്റ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വോം ഷാഫ്റ്റിന്റെ എൻഡിലായിട്ട് ഇതിന്റെ ഒരു വോം സിംഗിൾ ത്രെഡ് അവൈലബിൾ ആണ്. ഈ ത്രെഡിൽ നിന്ന് റൊട്ടേഷൻ ഏതിലോട്ട് പോകും, ഈ പറയുന്ന വോം വീല് ഹാവിംഗ് 40 ടീത്ത്. കേട്ടോ, ഇതൊരു ഐഡിയൽ കണ്ടീഷൻ ആണ്. ഒട്ടുമിക്ക ഇൻഡെക്സിംഗ് മെക്കാനിസംസിനും വോം വീലിൽ എത്ര ടീത്ത് ആയിരിക്കും ഉണ്ടാവുക, 40 ടീത്ത് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിലേക്ക് പോകുന്നു, അതിനനുസരിച്ച് ഇൻഡെക്സിംഗ് ഹെഡ് സ്പിൻഡിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ ഇൻഡെക്സിംഗ് ക്രാങ്കിനെ 40 ടേൺസ് കൊടുക്കുമ്പോഴത്തേക്കും ഓർത്തോളണം കേട്ടോ, ഇവിടെ ഒരു 40 ടേൺസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ എത്രയായിരിക്കും വരുന്നത്, ഇവിടെ ഒരു 1 ഫുൾ റൊട്ടേഷൻ ഇപ്പോഴായിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഡിസ്ക് അല്ലെങ്കിൽ ആ പറയുന്ന വോം വീലിന്റെ എൻഡിലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ വോം ഷാഫ്റ്റിൽ ആയിട്ട് പെയർ ചെയ്യുന്ന വോം വീൽ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഒരു തവണ സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 40 ടേൺസ് ഓഫ് ദി ക്രാങ്ക് പിൻ കൊടുക്കുന്നു. ഇൻഡെക്സ് ക്രാങ്ക് 40 ടേൺസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കാണ് അവിടെ ഒരു 1 ഫുൾ റൊട്ടേഷൻ കിട്ടാൻ പോകുന്നത്. ഓക്കെ, തൊട്ടടുത്ത സ്റ്റെപ്പുകളിലായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇതിൽ ഈ പാർട്സ് ഇത്രയും ഓർത്തിരിക്കുക, ഇൻഡെക്സിംഗ് പ്ലേറ്റ്, ഇൻഡെക്സ് ക്രാങ്ക്, സെക്ടർ ആംസ്, പ്ലഞ്ചർ ഓർ ദി പിൻ. ഓക്കെ, ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ടേംസ് ഒന്ന് ഫെമിലറൈസ് ചെയ്തോളൂ, ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം തൊട്ട് മുമ്പ് ഷെയർ ചെയ്തതിന്റെ തന്നെ മറ്റൊരു വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഡിവൈഡിംഗ് ഹെഡിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഡിവൈഡിംഗ് ഹെഡിനുള്ളിലായിട്ട് എന്തൊക്കെയാണ് കാണുന്നത്, വോം ഉണ്ടായിരിക്കും, നമ്മുടെ സ്പിൻഡിൽ ഉണ്ടായിരിക്കും, വോം വീൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ സ്പിൻഡിലാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ഔട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സ്പിൻഡിലായിരിക്കും ഔട്ട്പുട്ട് നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നത് ഈ ഒരു സൈഡിൽ. ഓക്കെ, ക്രാങ്ക് നമ്മുടെ ഇൻഡെക്സ് ക്രാങ്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻപുട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ടേൺ ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയുന്ന വോം ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും, വോമിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്ന നേരെ ഈ പറയുന്ന വോം വീലിലോട്ട് വരുന്നുണ്ടായിരിക്കും. വോം വീലിലാണ് നമ്മൾ എന്തിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വോം വീലിന്റെ സെയിം സ്പിൻഡിലായിരിക്കും നമ്മുടെ വർക്ക് പീസിനെ മൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. ഡിവൈഡിംഗ് ഹെഡ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അറ്റാച്ച്മെന്റ്സ് വിത്ത് മില്ലിംഗ് മെഷീൻ. അപ്പൊ മില്ലിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡിവൈഡിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ദ മെയിൻ സ്പിൻഡിൽ ഓഫ് ദി ഡിവൈഡിംഗ് ഹെഡ് ഡ്രൈവ്സ് ദി വർക്ക് പീസ് by means of a 3-jaw universal chuck or a leaf or a dog or a live center. കേട്ടോ, ഈ ഡോഗ് എന്ന് പറയുന്നത് ആക്ച്വലി വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് ലൈവ് സെന്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ സ്പിൻഡിലിന്റെ റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ആ സ്പിൻഡിൽ നേരെ ഏതുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒന്നെങ്കിൽ ഒരു 3-jaw യൂണിവേഴ്സൽ ചക്കോ, അല്ലെങ്കിൽ ഒരു ഡോഗ് അറേഞ്ച്മെന്റോ, അല്ലെങ്കിൽ ഒരു ലൈവ് സെന്റിന്റെ അറേഞ്ച്മെന്റോ കാണാം. അപ്പം ഇത് മുഖേനയാണ് എന്തിനെ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്പിൻഡിലിന്റെ എൻഡിലായിട്ട് കാണുന്ന ആൾക്കാർ ആരൊക്കെ ആവാം, 3-jaw യൂണിവേഴ്സൽ ചക്ക ആവാം, ഈ ഡോഗ് അറേഞ്ച്മെന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ലൈഫ് സെന്റർ ആവാം. ഓക്കെ, അപ്പോൾ ഇത് മറക്കണ്ട, ഈ ഒരു സൈഡിലായിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ഇൻപുട്ട് വരുന്നത് അല്ലെ. നമ്മൾ ക്രാങ്കിനെ ആദ്യം എന്ത് ചെയ്ത് കൊടുക്കും, ഇൻഡെക്സ് ക്രാങ്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ച് വോം വീൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, വോം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് റൊട്ടേഷൻ നേരിയ വോം വീലിലേക്ക് വരും, വോം വീലിൽ നിന്ന് സ്പിൻഡിലേക്ക്. ഓക്കെ,
ശരി, ഇനി ഡിവൈഡിംഗ് ഹെഡിൽ ദ ഇൻഡെക്സ് പ്ലേറ്റ് ഓഫ് ദി ഡിവൈഡിംഗ് ഹെഡ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഹോൾസ് വിത്ത് ക്രാങ്ക് ആൻഡ് ക്രാങ്ക് പിൻ. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അല്ലെ, ഇൻഡെക്സിംഗ് പ്ലേറ്റിന്റെ അകത്ത് എന്താ ഉള്ളത്? നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കും. അതിന്റെ അകത്ത് എന്തുണ്ട്? വിത്ത് ക്രാങ്ക് ആൻഡ് ക്രാങ്ക് പിൻ അറേഞ്ച്മെന്റ്. The index crank drives the spindle and the live center through a worm wheel which generally has 40 teeth. worm wheelന്റെ അകത്ത് എത്ര ടീത്ത് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ കണ്ടീഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടീത്ത് ഉണ്ടെന്ന് പറയാം. 40 ടീത്ത്സ് ആയിരിക്കും മോസ്റ്റ് കോമൺലി worm wheelൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് വോമും ഇത് വോമിന്റെ അറേഞ്ച്മെന്റും, ഇതാണ് worm wheel. worm wheel. Okay. Worm and worm wheel. As a result of full rotation of the workpiece is produced by 40 full revolutions of the index crank. Index crank 40 revolutions complete ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇൻഡെക്സ് ക്രാങ്ക് നമ്മൾ 40 revolutions സ്പിൻ ചെയ്യുമ്പോഴത്തേക്കാണ് അതിനനുസരിച്ച് വീൽ എന്ത് ചെയ്യാൻ പോകുന്നത്? 1 ടൈം സ്പിൻ ചെയ്ത് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 40:1 ആണ്. Further indexing is made possible by having indexing plates with the equidistant holes. ഓക്കെ, അപ്പം ഇൻഡെക്സിംഗ് പ്ലേറ്റിന്റെ അകത്ത് നമ്മൾ ഈ ഹോൾസിനെ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിപ്പം ഓരോ പർട്ടിക്കുലർ റേഡിയസുകളിലായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇക്വിഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹോൾസിനെ സർക്കംഫറൻഷ്യലി പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊരു ഫസ്റ്റ് റിംഗ് ഓഫ് ഹോൾസ് ആണെങ്കിൽ സെക്കൻഡ് റിംഗ് തൊട്ടിപ്പുറത്ത്. ഓക്കെ, അപ്പം നമുക്ക് ഫുൾ റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ഹോളിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഇൻഡെക്സിംഗ് ക്രാങ്കിനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇൻഡെക്സിംഗ് പ്ലേറ്റിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ചില സമയങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യത്തില്ല? പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ റൊട്ടേഷൻ മതിയാവത്തില്ല പ്രോപ്പർ ഇൻഡെക്സിങ്ങിന് വേണ്ടി. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ഹോൾ അറേഞ്ച്മെന്റ്സിലേക്ക് പോകുന്നത്. നമുക്ക് സാമ്പിൾ പ്രോബ്ലംസ് നോക്കാം, അപ്പൊ അത് കുറെ കൂടെ ക്ലിയർ ആവും. ഓക്കെ, and this would allow for indexing the periphery of the workpiece to any convenient number of divisions. അപ്പോൾ ഹോൾസിന്റെ പർപ്പസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്രയായിട്ട് വേണമെങ്കിലും ഈ പറയുന്ന ഹോൾ അറേഞ്ച്മെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് പീസിന്റെ സർഫസിനെ ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡിവൈഡിങ് ഹെഡിന്റെ അകത്ത് മെയിൻ ആയിട്ട് അറിയേണ്ടത് അവിടുത്തെ ഇൻഡെക്സിംഗ് ക്രാങ്കിനെ കുറിച്ച് അറിയാം, ഇൻഡെക്സിംഗ് പ്ലേറ്റിനെ കുറിച്ച് അറിയാം, അവിടെ നിന്നുള്ള മോഷൻ വോമിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. വോമിൽ നിന്ന് വോം വീലിലേക്ക് അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 40:1 ആണ്. 40 ടേൺസ് ഓഫ് ദി വോം എന്ന് പറയുന്നത് ഈസ് 1 ഫുൾ ടേൺ ഓഫ് ദി വോം വീൽ. ഓക്കെ, ശരി. അപ്പം ഇത് നമ്മളിപ്പോ മെൻഷൻ ചെയ്ത പോലത്തെ ഒരു ടിപ്പിക്കൽ ഇൻഡെക്സിംഗ് പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻഡെക്സിംഗ് പ്ലേറ്റുകൾ ആസ് പെർ ബ്രൗൺ ആൻഡ് ഷാർപ്പ് മില്ലിംഗ് മെഷീൻസിലെല്ലാം യൂസ് ചെയ്യുന്ന ഇൻഡെക്സിംഗ് പ്ലേറ്റുകൾ ഈ 3 ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ പ്ലേറ്റ് നമ്പർ 1, 2 ആൻഡ് 3. ഓക്കെ, പ്ലേറ്റ് നമ്പർ 1 എന്ന് പറയുന്നത് ഹാവിംഗ് ഇൻഡെക്സിംഗ് ഹോൾസ് ഓഫ് 15, 16, 17, 18, 19 ആൻഡ് 20. അപ്പൊ പ്ലേറ്റ് നമ്പർ 1ന്റെ ഒരു ഹോളാണ് ഇൻഡെക്സിംഗ് പ്ലേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പ്ലേറ്റ് 1 ആണ് ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇന്നർ സർക്കിളിൽ നമ്പർ ഓഫ് ഹോൾസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ, തൊട്ടടുത്തതിൽ 16, 17, 18, 19 ആൻഡ് 20. ഓക്കെ, അപ്പം ഇത് പ്ലേറ്റ് 1 ആണ്. ഇനി പ്ലേറ്റ് 2ലാണെങ്കിൽ ഹോൾസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 21, 23, 27, 29, 31 ആൻഡ് 33. അതുപോലെ തന്നെ പ്ലേറ്റ് 3ലും ഹോൾ കൗണ്ട്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്ലേറ്റ്സ് ആണ്. ഓക്കെ, ബ്രൗൺ ആൻഡ് ഷേപ്പ് മില്ലിംഗ് മെഷീൻസിൽ കാണുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 3 ഇൻഡെക്സിംഗ് പ്ലേറ്റുകളുടെ ഹോൾ കൗണ്ട്സ് ആണ് കേട്ടോ. ഇൻഡെക്സിംഗ് ഹോൾസിന്റെ കൗണ്ടുകളാണ്. ഓക്കെ, അപ്പൊ ഈ 15 ഹോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 1 to 15 ഹോൾസ് കാണും ഈ ഒരു സർക്കിളിൽ. ഓക്കെ, 16 ഹോൾസ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത സർക്കിളിൽ 16 ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഇൻഡെക്സിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ശരി, അപ്പം അതിൽ നമ്മൾ ഈ പറയുന്ന ഇൻഡെക്സിംഗ് പ്ലേറ്റുകൾ വെച്ചിട്ടുള്ള ഇൻഡെക്സിംഗ് പ്ലേറ്റുകൾ വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റ് വെച്ചിട്ടുള്ള ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണ്? സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിംഗ് മുതലാണ്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഈ പറയുന്ന ഡയറക്റ്റ് ഇൻഡെക്സിംഗ് മെത്തേഡിലാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് വരത്തില്ല? ഈ വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റ് വരത്തില്ല. ഒരു ഇൻഡെക്സിംഗ് പ്ലേറ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇൻഡെക്സിംഗ് പ്ലേറ്റ് അവിടെ ഡയറക്റ്റ് സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സിംഗ് പ്ലേറ്റ് ടേൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ വർക്ക് പീസിന്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പം അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ പറയുന്ന ഡയറക്റ്റ് ഇൻഡെക്സിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഡിവൈഡിംഗ് ഹെഡിന്റെ അറേഞ്ച്മെന്റ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സിമ്പിൾ അല്ലെങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആരൊക്കെ വരും? നമുക്ക് ഇൻഡെക്സിംഗ് പ്ലേറ്റ്സ് വരുന്നുണ്ട്. അതിന് പുറമെ ഈ പറയുന്ന വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റും വരുന്നുണ്ട്. ഓക്കെ, പ്ലെയിൻ ഇൻഡെക്സിംഗ് ഈസ് ദി നെയിം ഗിവൺ ടു ഇൻഡെക്സിംഗ് മെത്തേഡ് ക്യാരിഡ് ഔട്ട് യൂസിങ് എനി
എനി ഓഫ് ദി ഇൻഡെക്സിംഗ് പ്ലേറ്റ്സ് ഇൻ കൺജക്ഷൻ വിത്ത് വോമർ. കേട്ടോ, അപ്പൊ എന്തൊക്കെയാ വരുന്നത്? ഇവിടെ ഇൻഡെക്സിംഗ് പ്ലേറ്റ് വരുന്നുണ്ട് അല്ലെ, ഇൻഡെക്സിംഗ് പ്ലേറ്റ് വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്? പിന്നെ വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റും വരുന്നുണ്ട്. ഓക്കെ, തൊട്ട് മുമ്പത്തേലായിരുന്നെങ്കിൽ ഇൻഡെക്സിംഗ് പ്ലേറ്റ് മാത്രമേ ഉള്ളായിരുന്നു, വോം ആൻഡ് വോം വീൽ അറേഞ്ച്മെന്റ് ഇല്ലായിരുന്നു. യൂസസ് ദി ഡിവൈഡിംഗ് ഹെഡ് വിത്ത് ഇൻഡെക്സിംഗ് പ്ലേറ്റ്സ്. കേട്ടോ, അപ്പൊ ഇവിടെ ഡിവൈഡിംഗ് ഹെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതിലാ? പ്ലെയിൻ അല്ലെങ്കിൽ സിംഗിൾ ഇൻഡെക്സിംഗിൽ ഡിവൈഡിംഗ് ഹെഡ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്, ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 40 ടേൺസ്, 40:1. ഓക്കെ, എന്താ മീൻ ചെയ്യുന്നത് 40:1 എന്ന് പറയുന്നത്? 40 ടേൺസ് ഓഫ് ദി ക്രാങ്ക് ഗിയേഴ്സ് 1 റെവല്യൂഷൻ ഓഫ് ദി സ്പിൻഡിൽ അല്ലെ. നമ്മുടെ ക്രാങ്കിന്റെ ഇൻഡെക്സിംഗ് ക്രാങ്ക് 40 തവണ സ്പിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്പിൻഡിൽ എന്ന് പറയുന്നത് എത്ര തവണയായിരിക്കും സ്പിൻ ചെയ്യുന്നത്? 1 ടൈം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വോം എന്ന് പറയുന്നത് 40 ടേൺസ് സ്പിൻ ചെയ്യുമ്പോഴത്തേക്കും വോം വീൽ എത്ര തവണ സ്പിൻ ചെയ്യും? 1 ടൈം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സ്പിൻ ചെയ്യാനായിട്ട് പോകും. ഓക്കെ, ശരി. അപ്പം ഇതിന്റെ ബേസിസിൽ നമ്മൾ നമ്പർ ഓഫ് ക്രാങ്ക് ടേൺസ് അല്ലെ, ക്രാങ്കിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു സർക്കുലർ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ഉണ്ടെങ്കിൽ അതിന്റെ പെരിഫറൽ സർഫസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും, എത്ര ഈക്വൽ ഡിവിഷൻസ് ആണ് വേണ്ടതെന്നുള്ളത് റിക്വയർമെന്റ് തരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്പർ ഓഫ് ക്രാങ്ക് ടേൺസ് ക്യാപിറ്റൽ N എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ടു 40/N. ഈ 40 എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ഗിയർ റേഷ്യോ ആണ് അല്ലെ. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഗിയർ റേഷ്യോ ആണ് 40. അത് എപ്പോഴും അതേ കണക്ക് തന്നെയായിരിക്കും. പിന്നെ N എന്ന് പറയുന്നത് നമുക്ക് ആ പെരിഫറൽ സെക്ടറിനെ, വർക്ക് പീസിന്റെ പെരിഫറൽ സർഫസിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്പർ ഓഫ് ഡിവിഷൻസ് റിക്വയർഡ്. ഓക്കെ, അതാണ് സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് വേഴ്സറ്റൈൽ ആൻഡ് കോമൺലി യൂസ്ഡ് മെത്തേഡ്. അപ്പൊ നമ്മൾ ഡിവൈഡിംഗ് ഹെഡ് വെച്ചിട്ട് ഇൻഡെക്സിങ് ചെയ്യുവാണെങ്കിൽ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഏതാണ്? സിമ്പിൾ ഓർ പ്ലെയിൻ ഇൻഡെക്സിംഗ് ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞ ഡയറക്റ്റ് ഇൻഡെക്സിംഗിന്റെ അകത്ത് എന്ത് യൂസ് ചെയ്യുന്നില്ല? ഡിവൈഡിംഗ് ഹെഡ് യൂസ് ചെയ്യുന്നത്. ഇത് തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ ബ്രൗൺ ആൻഡ് ഷേപ്പർ മില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ് ആണ്. ഇതും സ്റ്റാൻഡേർഡ് പ്ലേറ്റ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടായിരിക്കും ആ വർക്ക് പീസിന് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇക്വി ഡിസ്റ്റന്റ്, ഈക്വലി സ്പേസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ശരി. അപ്പോ തൊട്ട് മുമ്പ് കാണിച്ച ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത്? ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻഡെക്സിംഗ് ക്രാങ്ക് ഉണ്ട്, പിന്നെ ഏതാ ഇൻഡെക്സിംഗ് പ്ലേറ്റ് ഉണ്ട്, പിന്നെ സെക്ടർ ആംസ് ഉണ്ട് പൊസിഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടി. കേട്ടോ, ഇൻഡെക്സിംഗ് ഹോൾസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് പൊസിഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടി സെക്ടർ ആംസിന്റെ അറേഞ്ച്മെന്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? വോം ഷാഫ്റ്റ് ആണ് കേട്ടോ, വോം ഷാഫ്റ്റിന്റെ അറേഞ്ച്മെന്റ്, പിന്നെ നമ്മുടെ വോം വീലിന്റെ അറേഞ്ച്മെന്റ്. ഓക്കെ, ഇത് നമ്മുടെ ഇൻഡെക്സിംഗ് പ്ലേറ്റ്. ഓക്കെ, അപ്പൊ ഇൻഡെക്സിംഗ് പ്ലേറ്റ് ആണ് ഇതിന്റെ ഇവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ ഇൻഡെക്സിംഗ് പ്ലേറ്റ്. കേട്ടോ, അപ്പൊ ഇൻഡെക്സിംഗ് പ്ലേറ്റിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതിനൊക്കെ ഹോൾസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. 3 സ്റ്റാൻഡേർഡ് പ്ലേറ്റ്സ് ആണ് ബ്രൗൺ ആൻഡ് ഷേപ്പർ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, to explain the procedure, let us consider the gear that is to be milled with 20 teeth. Okay, അപ്പോൾ നമുക്കിപ്പം ഉള്ളൊരു ടിപ്പിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു 20 ടീത്ത് ഉള്ളൊരു ഗിയർ, 20 ടീത്ത് നമ്മളൊരു ഗിയർ ബ്ലാങ്കിന്റെ അകത്ത് എന്ത് ചെയ്യാനായിട്ട് പോവാണ്? ഒരു സിലിണ്ടറിക്കൽ ബാറിന്റെ ബ്ലാങ്കിന്റെ അകത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാം. അപ്പൊ അതിനുവേണ്ടി ഇൻഡെക്സിംഗ് കാൽക്കുലേഷൻ അതാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ശരി, അപ്പൊ അതിൽ this means the gear blank held on the spindle of the dividing head is to be divided into ഈക്വലി ഇൻറ്റു 20 ഡിവിഷൻസ് അല്ലെ. ഇതിനൊക്കെ ഒരു ബ്ലാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ടീത്ത്? 20 ടീത്തുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഏത് ഇൻഡെക്സിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? പ്ലെയിൻ ഇൻഡെക്സിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ സിൻസ് 40 revolutions of the indexing crank produce 1 full revolution of the workpiece, we need to rotate the indexing crank 2 full turns. അല്ലെ, നമ്മുടെ നേരത്തെ ഇക്വേഷൻ എന്താ പറഞ്ഞ? നമ്പർ ഓഫ് ടേൺസ് N ഈക്വൽ ടു 40/N എന്നല്ലേ പറഞ്ഞു? 40/N അല്ലെ. 40 എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ വോം ആൻഡ് വോമിന്റെ ഗിയർ റേഷ്യോ ഡിവൈഡഡ് ബൈ സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ടു ബി കട്ട് ഓൺ ദി പെരിഫറൽ സർഫസ് ഓഫ് വർക്ക് പീസ് അല്ലെ. വർക്ക് പീസിന്റെ പെരിഫറൽ ഔട്ട്സൈഡ് സർഫസിൽ എത്ര ടീത്ത് കട്ട് ചെയ്യണം? നമ്മുടെ അടുത്ത് എത്ര കട്ട് ചെയ്യാനാണ് പറഞ്ഞത്? 20 കട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞു. ഇപ്പൊ 40/20. 40/20 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പം നമ്മുടെ ഇൻഡെക്സിംഗ് പ്ലേറ്റിന്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിംഗ് ക്രാങ്കിനെ നമ്മൾ 2 ഫുൾ റൊട്ടേഷൻസ് സ്പിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വർക്ക് പീസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒന്ന് അല്പം ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും. വീണ്ടും നെക്സ്റ്റ് 2 തവണ സ്പിൻ ചെയ്യുമ്പോൾ വീണ്ടും വർക്ക് പീസ്
പാർട്ട്ലി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ടേൺ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ടേണിങ്ങും കഴിയുന്നതിനനുസരിച്ച്, ഓരോ സ്റ്റെപ്പ് വൈസ് ടേണിങ്ങും കഴിയുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ എന്ത് ചെയ്ത് കൊടുക്കും, മെഷീനിങ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന എൻറ്റയർ വർക്ക് പീസിന് ചുറ്റുമായിട്ട് എത്ര ടീത്തുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, 20 ടീത്തുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതേപോലെ അപ്പൊ അവിടെ നമ്മൾ ആ ഗിയർ പ്ലാങ്കിന്റെ ഡയമീറ്റർ മറ്റൊന്നും നോക്കുന്നില്ല, നമ്മൾ ചെക്ക് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, ആ നമ്പർ ഓഫ് ഡിവിഷൻസ് ഡിനോമിനേറ്ററിൽ 40/n എന്നുള്ള റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും ക്യാപിറ്റൽ N = 2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ക്രാങ്കിന് എത്ര തവണ ടേൺ ചെയ്ത് കൊടുക്കുന്ന, 2 ടൈംസ് ടേൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഫസ്റ്റ് 2 ടേൺസ് കൊടുത്തു, മെഷീനിങ് ചെയ്തു. നെക്സ്റ്റ് 2 ടേൺസ് കൊടുക്കുമ്പോൾ വർക്ക് പീസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, അവിടെ വീണ്ടും മെഷീനിങ് ചെയ്തു. നെക്സ്റ്റ് 2 ടേൺസ് ഓഫ് ദി ക്രാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും വർക്ക് പീസ് വീണ്ടും റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും മെഷീനിങ് ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു ഗിയർ പ്ലാങ്കിന്റെ അകത്ത് എത്ര ടീത്ത് ഉണ്ടായിരിക്കും, 20 ടീത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ 20 ടീത്തിന്റെ കേസ് നോക്കി. ഇനി നെക്സ്റ്റ് നോക്കുന്നത് 6 ഈക്വൽ ഡിവിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാൽക്കുലേഷൻസ്. ഓക്കെ, ഇനി ഇത്തവണ തന്ന ഗിയർ പ്ലാങ്കോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റോഡിന്റെ അകത്തോ നമുക്ക് എത്രയാ വേണ്ടേ, 6 ഈക്വൽ ടീത്തുകളാണ് വേണ്ടത് അല്ലെ. 6 ഈക്വൽ ടീത്ത് അല്ല, 6 ഈക്വൽ ഡിവിഷൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോർമുല അനുസരിച്ചാണെങ്കിൽ ക്യാപിറ്റൽ N = 40/40 സ്മോൾ n അല്ലെ. 40/n എന്ന് പറയുന്നത് 40/6 അല്ലേ. 40/6 എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്രോപ്പറായിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നില്ല അല്ലെ. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്രയും വരും, 20/3 എന്ന് വരും അല്ലെ. 20/3 നമ്മളൊന്ന് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോഴത്തേക്ക് എത്രയാണ് വരുന്നത്, 6 2/3. 6 2/3. ഇതെന്താ മീൻ ചെയ്യുന്നത്, 6 and 2/3 എന്ന് പറയുന്നത്? അതായത് ഇൻഡെക്സിങ് ക്രാങ്ക് എന്ത് ചെയ്യുന്നു, ഇൻഡെക്സ് ക്രാങ്ക് നമ്മൾ 6 ഫുൾ ടേൺസും കൊടുക്കുന്നു, പിന്നെ അടുത്ത ടേൺ എന്ന് പറയുന്നത് 2/3 പാർട്ട് ടേൺ ചെയ്താൽ മതി. അതായത് 6 ടൈംസ് ഫുൾ ആയിട്ട് ടേൺ ചെയ്യുക, 6 ടേൺസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ 2/3 സെക്ടർ മാത്രം എന്ത് ചെയ്താൽ മതി, ടേൺ ചെയ്താൽ മതി. അങ്ങനെ വെച്ച് ടേൺ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ സർക്കുലർ പ്ലാങ്കിനെ എത്ര ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, 6 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് അതിന്റെ പെരിഫറൽ സർഫസിനെ ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, this means the indexing triangle should be rotated 6 full turns followed by 2/3 of a rotation. ആദ്യം ഫസ്റ്റ് 6 ഫുൾ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. 6 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു 2/3 ഓഫ് എ റൊട്ടേഷൻ, അതായത് 6ാമത്തെ റൊട്ടേഷൻ കഴിഞ്ഞിട്ട് 7th റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അതിന്റെ 2/3 പാർട്ട് മാത്രം എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. The fraction of a rotation required to be obtained with the help of indexing plates as shown. കേട്ടോ, അപ്പൊ ഈ ഫ്രാക്ഷൻ അല്ലെ, ഇവിടെ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്, യൂസിങ് ദി ഇൻഡെക്സിംഗ് ഹോൾസ്. ഈ ഇൻഡെക്സിംഗ് ഹോൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളമാണ് ആ ഫ്രാക്ഷൻ ഓഫ് ദി റൊട്ടേഷൻ കവർ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം നോക്കാം. ശരി, അപ്പൊ നമ്മളിപ്പം പറഞ്ഞ ക്വസ്റ്റ്യനിലാണെങ്കിൽ 6 and 2/3 ടേൺസ് എന്നാണ് പറഞ്ഞത്. 6 and 2/3 ടേൺസ് അല്ലെ. 6 and 2/3 ടേൺസ്, അതായത് 6 ഫുൾ റൊട്ടേഷൻ പ്ലസ് 2/3 പ്ലസ് 6 full rotation plus 2/3 of the next rotation, 2/3 part of the next rotation. അപ്പൊ എന്തായാലും 6 full rotations വേണമെന്നുള്ളത് മനസ്സിലായി. ഇനി 2/3 rotations എങ്ങനെ അച്ചീവ് ചെയ്യുന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമുക്ക് സെറ്റ് ഓഫ് ഇൻഡെക്സിംഗ് പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ബ്രൗൺ ആൻഡ് ഷേപ്പർ മില്ലിംഗ് മെഷീൻസിനൊപ്പം നമുക്ക് വരുന്ന ആക്സസറീസിൽ വരുന്നതാണ് ഈ പറയുന്ന ഏത് ഇൻഡെക്സിംഗ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡെക്സിംഗ് പ്ലേറ്റ്സിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ എക്സസ് ആയിട്ട് വരുന്ന റൊട്ടേഷൻ ഉണ്ടല്ലോ, 2/3 ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അതില് ഡിനോമിനേറ്റർ പാർട്ട് നോക്കാം. ഡിനോമിനേറ്റർ പാർട്ടിൽ എത്രയാണ് വരുന്നത്, 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 3യുടെ എക്സാക്ട് മൾട്ടിപ്പിൾ ആയിട്ട് നമ്പർ ഓഫ് ഹോൾസ് വരുന്നത് ഏത് പ്ലേറ്റിലാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 3യുടെ എക്സാക്ട് മൾട്ടിപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് നോക്കുമ്പോഴത്തേക്കും പ്ലേറ്റ് 1ൽ നോക്കിക്കഴിഞ്ഞാൽ 15 ആ 3യുടെ മൾട്ടിപ്പിൾ വരുന്നതാണ്. പിന്നെ 16 വരത്തില്ല, 17 വരത്തില്ല, 18 വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പ്ലേറ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 21, 23 വരത്തില്ല, 27 വരുന്നുണ്ട് അല്ലെ. 29, 31 വരുന്നില്ല, 33 വരുന്നുണ്ട്.
ഓക്കെ. തേർഡ് പ്ലേറ്റിലാണെങ്കിൽ 37, 39 വരുന്നുണ്ട്, 3യുടെ മൾട്ടിപ്പിൾ വരുന്നുണ്ട്, 41, 43, 47, 49 വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത്രയും പ്ലേറ്റ്സിൽ പ്ലേറ്റ് 1-ല് നോക്കുവാണെങ്കിൽ 15 and 80 ഹോൾസിലൂടെ നമുക്ക് ഈ പറയുന്ന 3യുടെ മൾട്ടിപ്പിൾ കവർ ആവുന്നുണ്ട്. പ്ലേറ്റ് 2-ലാണെങ്കിൽ 27 and 33 കവർ ആവുന്നുണ്ട്. പ്ലേറ്റ് 3-ലാണെങ്കിൽ 39 and 49. ഓക്കെ, ശരി. അപ്പം ഇതില് ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. പ്ലേറ്റ് 1-ല് 15 ഹോൾസ് വെച്ചിട്ട് എങ്ങനെയാണ് 2/3 റൊട്ടേഷൻ അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2/3 into 50, 2/3 into 15, അതായത് നമ്മുടെ എക്സസ് റൊട്ടേഷൻ ആ ഫ്രാക്ഷനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ടാണ് 15 ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരെണ്ണം വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് 15 കൊടുക്കും. അപ്പൊ 2/3 into 15 ചെയ്യുമ്പോഴത്തേക്കും 10 ആണ്, അല്ലെ? 2/3 into 15 എന്ന് പറയുന്നത് 10. അതായത് നമ്മുടെ ക്ലാമ്പിംഗ് എന്ന് പറയുന്നത് ഇതാണ് 15 ഹോൾ സർക്കിൾ, അല്ലെ? ഇൻഡെക്സിംഗ് പ്ലേറ്റിൽ 15 ഹോൾ സർക്കിൾ എന്ന് പറയുന്നത് ഏറ്റവും ഇൻസൈഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് വേണ്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് എത്രയാ ചെയ്യേണ്ടത്? 10 ഹോൾസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇൻഡെക്സിംഗ് പ്ലേറ്റിന്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ക്രാങ്കിനെ, ഇൻഡെക്സിംഗ് ക്രാങ്കിനെ ആദ്യം ഫസ്റ്റ് 6 ഫുൾ റൊട്ടേഷൻസ് സ്പിൻ ചെയ്യും. 1, 2, 3, 4, 5 and 6 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് 6 ഫുൾ റൊട്ടേഷൻ ക്രാങ്ക് പിന്നിനെ ടേൺ ചെയ്തു. പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ടുള്ള റൊട്ടേഷനിൽ എത്ര ടേൺസ് കൊടുക്കുക? ഈ പറയുന്ന 10 ഹോൾസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. 10 ഹോൾസ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ഈ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സെക്ടർ ആമിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശരി. അപ്പൊ 6 റൊട്ടേഷൻസ് കഴിഞ്ഞു, പിന്നെ 10 ഹോൾസ് കവർ ചെയ്യുക. ഇതിനനുസരിച്ച് സെക്ടർ ആമിനെ എന്ത് ചെയ്ത് കൊടുക്കുക? അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മെഷീനിങ് ചെയ്യാം. ഓക്കെ, മെഷീനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വീണ്ടും 6 ഫുൾ റൊട്ടേഷൻസ് ഓഫ് ദി ഇൻഡെക്സ് ക്രാങ്ക് ഫോളോഡ് ബൈ എന്താണ്? ഈ പറയുന്ന 10 ഹോൾസ്. അപ്പൊ ഓരോ തവണയും 10 ഹോൾസ് കൗണ്ട് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെക്ടർ ആമിന്റെ അറേഞ്ച്മെന്റ് അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ശരി. അപ്പം പ്ലേറ്റ് നമ്പർ 1-ലാണെങ്കിൽ 10 ഹോൾസ് ഇൻ 15 ഹോൾസ് ആണ് കേട്ടോ. ഈ 2/3 അറ്റൈൻ ചെയ്യുന്ന എങ്ങനെ? 10 ഹോൾസ് ഇൻ 15 ഹോൾസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് 18 ഹോൾസിന്റെ കേസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. 2/3 into 18, 2/3 into 18 ചെയ്യുമ്പോഴത്തേക്കും 6, 12 അല്ലെ? 12 ഹോൾസ്. 18 ഹോൾ സർക്കിളിലാണെന്നുണ്ടെങ്കിൽ 12 ഹോൾസ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇൻഡെക്സിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന പ്ലേറ്റ്സ്. ഓക്കെ, ശരി. അപ്പം ഇതിൽ ഏത് പ്ലേറ്റ് വെച്ച് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നമുക്ക് ഇൻഡെക്സിങ് പ്ലേറ്റിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഏത് വേണമെങ്കിലും വെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് പ്ലെയിൻ ഇൻഡെക്സിങ്. ശരി. നെക്സ്റ്റ് 28 ഡിവിഷൻസ് കേട്ടോ. സിമിലർ പ്രൊസീജിയർ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയാം. 28 ഡിവിഷൻസ്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 40/n. 40/n എടുക്കുമ്പോഴത്തേക്കും 40/28, 40/28 അല്ലെ? 40/28 എടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി സബ്ട്രാക്ഷൻ ആക്കുമ്പോഴത്തേക്കും 1 ഫുൾ ടേൺ ആൻഡ് 3/7 ടേൺസ് കേട്ടോ. അപ്പം ഇത്തവണ ഡിനോമിനേറ്ററിൽ എന്താ വന്നിരിക്കുന്നത്? 7 ആ വന്നിരിക്കുന്നത്. 7ന്റെ മൾട്ടിപ്പിൾ എവിടെയൊക്കെയാ വരുന്നത്? 15 ഇല്ല, 16 ഇല്ല, 17 ഇല്ല, 18 ഇല്ല, 19, 20 ഇല്ല, അല്ലെ? അപ്പൊ നമുക്ക് പ്ലേറ്റ് 1 വെച്ചിട്ട് ഈ പറയുന്ന ഇൻഡെക്സിങ് പോസിബിൾ അല്ല. പ്ലേറ്റ് 2-ൽ നോക്കുവാണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ഇവിടെയുണ്ട്. പിന്നെ 7ന്റെ മൾട്ടിപ്പിൾ വന്നിട്ട് ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. 21 ഹോൾ സർക്കിളിൽ മാത്രമേ പ്ലേറ്റ് 2 കിട്ടത്തുള്ളൂ. പ്ലേറ്റ് 3-ൽ നോക്കുവാണെങ്കിൽ 37, 39, 41, 43, 47, 49. അപ്പൊ ഈ രണ്ട് പ്ലേറ്റ്സും വെച്ചിട്ട് പ്ലേറ്റ് 1 വെച്ചിട്ട് ഈ ഇൻഡെക്സിങ് പോസിബിൾ അല്ല. പ്ലേറ്റ് 2 and 3, 2 അല്ലെങ്കിൽ 3 പ്രിഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം പ്ലേറ്റ് 2 ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3/7 into പ്ലേറ്റ് 2-ൽ ഏതാ പറഞ്ഞ 21 അല്ലേ? അപ്പം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും 9th ഹോൾ അല്ലെ? 9th. അപ്പോൾ നമ്മൾ 28 ഡിവിഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടി പ്ലേറ്റ് 2 ഇൻഡെക്സിംഗ് പ്ലേറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് 1 ഫുൾ റൊട്ടേഷൻ ഓഫ് ദി ക്രാങ്ക് പിൻ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഫേസിൽ 21 ഹോൾ സർക്കിളിൽ 21 ഇൻഡെക്സിംഗ് പ്ലേറ്റിലെ 21 ഹോൾ സർക്കിളിൽ 9 ടേൺസും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ 9 ടേൺസും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഫ്രാക്ഷൻ ടേൺ ആയി വരും. അതിനുശേഷം മെഷീനിങ് ചെയ്യുക. മെഷീനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും ഇൻഡെക്സിംഗ് ചെയ്യുക. സെക്കൻഡ് ടൈം ഇൻഡെക്സിംഗ് ചെയ്യുമ്പോഴും വീണ്ടും 1 and 3/7 ആണ് കൊടുക്കേണ്ടത്. അപ്പം 1 ഫുൾ റൊട്ടേഷൻ ഓഫ് ദി ക്രാങ്ക് പിൻ കൊടുക്കുക. അതിനുശേഷം 3/7 റൊട്ടേഷൻ അല്ലെങ്കിൽ 9th ഹോൾഡ് വീണ്ടും കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക.
അപ്പൊ ഈ ഫ്രാക്ഷൻ കൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ എന്ത് ചൂസ് ചെയ്യുന്നത്, സെക്ടർ ആംസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ തൊട്ടടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം, തനിയൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു അറേഞ്ച്മെന്റ് തനിയൊന്ന് നോക്കാം. ഓക്കെ, $62 ഡിവിഷൻസ് 40/62, 20/31 അല്ലെ? ശരി, അപ്പം 20/31 ആകുമ്പോഴത്തേക്കും 31 എന്ന് പറയുന്നതാണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. അത് കവർ ആവുന്നത് വേണ്ടി ഇവിടെയാണ്. ഓക്കെ, അപ്പൊ പ്ലേറ്റ് നമ്പർ 2 ചൂസ് ചെയ്യണം. പ്ലേറ്റ് നമ്പർ 2 ചൂസ് ചെയ്തു. 31 ഹോൾ സർക്കിളിൽ എത്രാമത്തെ ടേൺ ആണ്? 20th ടേൺ. അപ്പൊ ഇവിടെ ഫുൾ റെവല്യൂഷന്റെ കാര്യമില്ല. ഇൻഡെക്സിംഗ് റാങ്ക് ഒരു തവണ പോലും ഫുൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ട. 31th പ്ലേറ്റ് നമ്പർ 2 പ്ലേസ് ചെയ്യുക. 31th ഹോൾ സർക്കിൾ ഐഡന്റിഫൈ ചെയ്യുക. ആ 31th ഹോൾ സർക്കിളിൽ 31 ഹോൾ സർക്കിളിൽ നമ്മൾ എത്ര ഹോൾസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക? 20 ഹോൾസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് 62 ഡിവിഷൻസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ സർക്കുലർ ബ്ലാങ്കിന് ചുറ്റുമായിട്ട് 62 ഡിവിഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, ഏതായിരിക്കും പ്ലേറ്റ് നമ്പർ 2? അതിൽ തന്നെ 31 ഹോൾ സർക്കിൾ. 31 ഹോൾ സർക്കിളിൽ ഫുൾ റൊട്ടേഷൻ ചെയ്യേണ്ട കാര്യമില്ല, 20 ഹോൾസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,